ഇൻവെസ്റ്റ്മെന്റ് നടത്താനൊന്നും ഇപ്പോൾ കയ്യിൽ പൈസയില്ല. ജസ്റ്റ് ചെലവ് കഴിഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും പ്രതികരണം ഇങ്ങനെയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ ചെയ്യണം? ക്വിക്കായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. വെൽക്കം ടു 99 ഡേയ്സ്. മിസ്റ്റർ എ അദ്ദേഹത്തിന്റെ വയസ്സ് 25, മാസ ശമ്പളം 50,000 രൂപ. 20% അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റും ചെയ്യുന്നു. അതായത് മാസം 10,000 രൂപ മ്യൂച്വൽ ഫണ്ടിലെ SIPയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഏറ്റവും റിസ്ക് കുറഞ്ഞ ഫണ്ടായ ഏതെങ്കിലും ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് 12% റിട്ടേൺ. അദ്ദേഹത്തിന് 45 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏകദേശം 1,00,00,000 ഉണ്ടാകും. മിസ്റ്റർ ബി വയസ്സ് 25, മാസശമ്പളം 50,000 രൂപ. എവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, കിട്ടുന്ന പൈസ ചെലവാക്കുന്നു. അങ്ങനെ ബിക്ക് 35 വയസ്സായപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നു. 20,000 രൂപ വെച്ച് SIP ചെയ്യുന്നു. ബിക്ക് 45 വയസ്സാകുമ്പോൾ ബിയുടെ കയ്യിൽ ഏകദേശം ഉണ്ടാകുക 46 ലക്ഷം രൂപയാണ്. മിസ്റ്റർ എ ചെറിയ എമൗണ്ട് കൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ കോടിപതിയായി. സോ നമ്മളെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.